നമസ്തേ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്ന് ഹിന്ദിയിലെ 10 പര്യായവാചി ശബ്ദങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. സമാനാർത്ഥം വരുന്ന പദങ്ങളെയാണ് നമ്മൾ പര്യായ പദങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. പുത്ര, പുത്ര എന്ന് പറഞ്ഞാൽ പുത്രൻ. ബേട്ട, സുധ്, തനുജ്. പുത്രി, പുത്രി മകൾ. ബേട്ടി, സുത, തനുജ. ബേട്ടി, സുത, തനുജ. ലഡ്ക ആൺകുട്ടി. ബാലക്, കുമാർ, സുത്. ലഡ്കി പെൺകുട്ടി. ബാലിക, കുമാരി, സുത. ബാലിക, കുമാരി, സുത. ആൺകുട്ടിയാണെങ്കിൽ ബാലകാണ്, പെൺകുട്ടിയാകുമ്പോൾ എന്തായി? ബാലിക എന്നായി. കുമാർ ആൺകുട്ടി, കുമാരി പെൺകുട്ടി. പേട് മരം. തരു വൃക്ഷ, ശാഖി ധ്രുമ. വൻ വനം. കാനനം കാനൻ, വിപിൻ അരണ്യം. വൻ എന്ന് പറഞ്ഞാൽ കാടാണ്. നമ്മൾ മലയാളത്തിൽ കാനനം, വിപിനം, അരണ്യം എന്നൊക്കെ പറയില്ലേ, അതേപോലെ കാനൻ, വിപിൻ, അരണ്യം, ജംഗിൾ എന്നും പറയും. ബഗീച്ച പൂന്തോട്ടം. വാട്ടിക ബാഗ്, ഉദ്യാൻ. മാം അമ്മ. മാതാ ജനനി, മയ്യ. മാതാ ജനനി, മയ്യ ഇവയൊക്കെ മാം എന്നതിൻ്റെ അമ്മയുടെ പര്യായ പദങ്ങളാണ്. ശരീർ ശരീരം, അതായത് ദേഹം. അങ്ക് ദേഹ്. തൻ ഗാത്. ഹാത്ത് കൈ. ഹസ്ത് ബാഹു, ഘർ ഭുജ. തൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീരമെന്ന് മലയാളത്തിലും പറയും കേട്ടോ. മലയാള പര്യായ പദങ്ങളിൽ തൻ എന്ന് പറഞ്ഞാൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഹിന്ദിയിലെ 10 പര്യായ പദങ്ങൾ. പര്യായ പദങ്ങൾ പഠിക്കുന്നതോടൊപ്പം നമുക്ക് ഹിന്ദി വാക്കുകൾ കൂടിയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ധന്യവാദ്.